കുട്ടീസ്, എന്തുണ്ട് വിശേഷം? വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് സംബന്ധമായി നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ക്രിബാണ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്ത സാധനമാണ്. എല്ലാവരും കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചല്ലേ ക്രിബ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ കൈകൊണ്ടൊന്നും ഉണ്ടാക്കി നോക്കാം. എത്ര എഫേർട്ട് എടുത്തെന്ന് എനിക്കറിയത്തില്ല, എന്നാലും എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ ആദ്യം ക്രിബിനകത്തുള്ള നമ്മുടെ ജീസസിനെ, യേശുപ്പച്ചനെ എല്ലാവരെയും അടം വരച്ച് കളർ അടിച്ചു. പിന്നെ നമുക്ക് വേണ്ടത് ക്രിബിൻ്റെ അകത്തൊരിക്കുന്ന നമ്മുടെ യേശുപ്പച്ചന് പുൽക്കുടിലാണ്. അതിന് വേണ്ടി ഞാൻ രണ്ട് സൈഡിലും കാർഡ്ബോർഡൊക്കെ വെച്ച് ഒരു ക്രിബിൻ്റെ ഷീപ്പിലുണ്ടാക്കാം. ആദ്യം എൻ്റെ കാർഡ്ബോർഡ് ഇല്ലാതെ അത് കഴിഞ്ഞ് വളരെ കട്ടി കുറഞ്ഞാണ് വെച്ചത്. പിന്നെ എനിക്ക് ഒരു ആമസോൺ പാക്കേജ് കിട്ടും ഭാഗ്യത്തിന്. അതിന് മുകളിൽ ഞാനിങ്ങനെ ക്രിബ് പോലെ ഉണ്ടാക്കി. പിന്നെ രണ്ട് സൈഡിലും നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ എന്താ നമ്മുടെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്നത് ഏറ്റവും നല്ലത്. പിന്നെ മുകളിൽ നമ്മുടെ മേൽക്കൂരയ്ക്ക് ഒരു ബ്രൗണിഷ് കളർ ഉണ്ടാക്കാൻ വേണ്ടി അതിന് മുകളിൽ ഞാൻ നമ്മുടെ ഇതിലെ ഈ ടിഷ്യൂ പേപ്പർ അത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുക എന്നല്ല, ജസ്റ്റ് ഇച്ചിരി പശ വെച്ച് ഒട്ടിച്ച ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കളർ അടിക്കുകയും ചെയ്ത് കേട്ടോ. അപ്പോൾ എത്രമാത്രം എഫക്റ്റായെന്ന് അറിയത്തില്ല. ഇനി അകത്ത് നമുക്ക് വൈക്കോലൊന്നുമില്ല ഇവിടെ, പിന്നെ കമ്പും മരവും പച്ചക്കറി ഒന്നും എടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഇച്ചിരി മഞ്ഞ് മുല വെച്ചിരിക്കണം. അപ്പം നമ്മുടെ പുൽക്കൂടിനകത്ത് നമ്മുടെ എല്ലാ ആൾക്കാരെയും വെക്കുകയാണ്. നമ്മുടെ ഈശസിനെയും നമ്മുടെ ജോസഫും മറിയാമ്മച്ചയും എല്ലാവരും വെച്ചു. പിന്നെ നമ്മുടെ കുഞ്ഞു അതിനെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിങ്ങനെ വരച്ച ശേഷം അടിയിൽ ഇച്ചിരി മടക്കി ശേഷം ഒട്ടിച്ച് വെക്കും. ഇപ്പം ഞാൻ കാണിച്ച ആദ്യം പ്ലേസ് നോക്കുവാണ് എവിടെയൊക്കെ വെക്കേണ്ടതെന്നൊന്നും നോക്കിയ ശേഷം ഇനി അടുത്ത ശേഷം അതിനെല്ലാം ഒട്ടിച്ച് വെക്കും കേട്ടോ. അപ്പോൾ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഇതുകൊണ്ട് നമ്മുടെ 3 രാജാക്കന്മാർ അവരെ ഒട്ടിച്ചു. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഏഞ്ചൽ, സ്റ്റാർ, പിന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങൾ, ആട്ടിടയന്, ഇവരെല്ലാവരെയും നമുക്ക് പ്ലേസൊക്കെ നോക്കുകയാണ് എവിടെ വെക്കുന്നത്. അതിനനുസരിച്ച് എനിക്കറിയാവുന്ന രീതിയിൽ ഒട്ടിച്ച് വെക്കുവാണ്. അതിൻ്റെ താഴ്വശം കണ്ടില്ല, ഞാൻ ഇച്ചിരി എക്സ്ട്രാ പേപ്പർ വിട്ട് അത് മടക്കി വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ പ്ലേസ് നോക്കിയ ശേഷം ഞാൻ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് വെക്കുകയാണ്. ഇത്രയൊക്കെ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ എനിക്കൊരു ആഗ്രഹമായിരുന്നു പുൽക്കൂട് ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കണം തുടങ്ങിയപ്പോൾ ഐഡിയ ഇല്ലായിരുന്നെങ്കിലും ഒരു തരത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നാളെ ഇച്ചിരി കഷ്ടപ്പെട്ടൊക്കെ 2 ദിവസത്തെ എഫർട്ടാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അതിനകത്ത് വീട്ടിലെ പണിയൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ നമ്മുടെ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്. നിങ്ങളും ഇങ്ങനെ ചെറിയ രീതിയിൽ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എൻ്റെ കയ്യിൽ സ്റ്റിക്ക് ഇല്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്യണം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ്. നമ്മുടെ ഏഞ്ചൽ കൊണ്ട് പോകാൻ തിരിഞ്ഞെടുക്കുന്നില്ലേ, സാരില്ലായിരുന്നു, ശരിയാക്കി നമ്മൾ. അപ്പോൾ ഇങ്ങനെയാണ് പുൽക്കുടിയിൽ വീടിനകത്ത് വെച്ച് നമുക്കൊരു ചെറിയ പുൽക്കുടി നമുക്ക് തന്നെ ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതിന് വലിയ ചിലവൊന്നുമില്ല. ആകെപ്പാടെ ഇച്ചിരി ഒരു കോട്ടണും കുറച്ച് 2-3 പേപ്പേഴ്സും മാത്രമേ, പിന്നെ കാർഡ്ബോർഡ് ബോക്സ്, പിന്നെ നമ്മൾ വരച്ചെടുക്കൽ ചെയ്യുന്നു. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ഐഡിയ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു തരണം. അപ്പം വേറൊരു ക്രാഫ്റ്റും കൂടി ചെയ്തേക്കാം. ഒരു പെട്ടെന്ന് ഈസിയാക്കി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് കാർഡാണ്. ഇതിനുവേണ്ടി നമ്മൾ എന്തെന്ന് ആദ്യം നമ്മുടെ ക്രിസ്മസ് പപ്പുവിനെയും താഴെയോട് ഗിഫ്റ്റ് ബോക്സും വരയ്ക്കുകയാണ്. ഗിഫ്റ്റ് ബോക്സിൻ്റെ താഴ്വശം മാത്രമേ വെച്ചുള്ളൂ. അതിൻ്റെ അടപ്പ് നമ്മൾ മുകളിലാണ് വരയ്ക്കുക. ക്രിസ്മസ് പപ്പുവിനെ വരച്ച ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഏറ്റവും സിമ്പിളായിട്ട്, വളരെ ആഡംബരമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല, ചെറിയതായിട്ട് ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇങ്ങനെ മടക്കി നോക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ക്രിസ്മസ് പപ്പുവിൻ്റെ തൊപ്പിയില്ലേ അതിൻ്റെ മുകളിലാണ് ഈ ഗിഫ്റ്റ് ബോക്സിന് അടപ്പ് വരച്ചെടുക്കുന്നത്. ഇത് നിങ്ങളെ കാണിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു പൈസ ചിലവിട്ട് നിങ്ങൾ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാജിക് കാർഡ് പോലെ. ആർക്കെങ്കിലുമൊക്കെ നമ്മൾ പണ്ടൊക്കെയാണ് ഈ ക്രിസ്മസ് കാർഡൊക്കെ കൊടുക്കുക എന്നുള്ള വളരെ ട്രെൻഡിങ് ആണ്. ക്രിസ്മസ് വന്നാൽ പിന്നെ നമ്മൾ ഒരു ആർച്ചീസ് എന്നൊരു കടയുണ്ടായിരുന്നു ഇവിടെ കേട്ടോ. അതിനകത്ത് ഇഷ്ടംപോലെ കാർഡുകളുണ്ട്. ന്യൂ ഇയർ, ക്രിസ്മസ്, അത് മേടിക്കാൻ ഭയങ്കര വിലയാണെങ്കിലും നമ്മൾ പോയി മേടിക്കുമായിരുന്നു. ഇപ്പോൾ ക്രിസ്മസ് കാർഡൊന്നുമില്ല, എല്ലാവരും ഫോണിലൊക്കെ പറയും. എന്നാലും ഇതൊക്കെ കൊടുക്കുമ്പോൾ കൂട്ടുകാർക്കൊക്കെ സന്തോഷമായിട്ട് കേട്ടോ. അപ്പം ആർക്കെങ്കിലും ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുക. അപ്പം നമ്മളിവിടെ ഗിഫ്റ്റ് ബോക്സിൻ്റെ മുകളിലത്തെ അടപ്പും വരച്ചു. അതിനകത്തൊരു ബോയും ഒക്കെ റിബൺ പോലെ വെക്കുന്നൊക്കെ വരച്ച്, നിങ്ങൾക്ക് ഇമാജിനേഷനകത്ത് എന്നെക്കാട്ട് നല്ലവണ്ണം വരയ്ക്കാമെന്നവരൊക്കെ അല്ലേ നിങ്ങൾ. അപ്പം നിങ്ങൾ നല്ലവണ്ണമൊക്കെ വരച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ പേപ്പർ ഉണ്ടാക്കാം. എനിക്ക് വൈറ്റ് പേപ്പർ കാണിക്കുന്നത് ഇതിൽ നമ്മുടെ ക്രിസ്മസ് ഫാദറിൻ്റെ വെള്ള തൊപ്പിയൊക്കെ കാണണ്ടേ, അതിന് വേണ്ടിയാണേ. ഏകദേശം നമ്മുടെ കാർഡിൻ്റെ പണിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ എങ്ങനെയാണ് മാജിക് ബോക്സ് ആകുന്നത്, ഇങ്ങനെയല്ല കൊടുക്കുന്നത്. നമ്മളിതിനെ ക്രിസ്മസ് ഫാദറിൻ്റെ ബോക്സിനകത്ത് ആക്കണ്ടേ, എങ്കിലല്ലേ നമുക്ക് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതായിട്ട്. നമുക്ക് ഗിഫ്റ്റുമായിട്ട് വരുന്ന ക്രിസ്മസ് ഫാദർ നമുക്ക് ഇതിനകത്ത് ഗിഫ്റ്റും വെച്ചുകൊണ്ടിരുന്നെന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ആ ഗിഫ്റ്റിൻ്റെ അടപ്പിൻ്റെ ആവശ്യവും ജസ്റ്റ് ഒന്ന് മടക്കണം. താഴെ ഗിഫ്റ്റിൻ്റെ ബോക്സിൻ്റെ വശവും നല്ലത് മടച്ചിക്ക് ശേഷം നമ്മളിങ്ങനെ ക്രിസ്മസ് ഫാദർ ഇതിനകത്തായിരിക്കുന്ന ആ രീതിയിൽ കാണിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ രീതിയിൽ ഐഡിയ ഉണ്ടെങ്കിൽ എന്നോട് പറയണേ, നമുക്ക് അതൊക്കെ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ അതും പറയാം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ രീതി ചെയ്ത് നോക്കണം. അപ്പോൾ അതാണ് ഞാൻ വെച്ച് നോക്കണം. നമ്മളിങ്ങനെ ബോക്സ് പോലെ ആയിരിക്കണം, അതിനുവേണ്ടിയാണ് അത് മടക്കി വെക്കുവാണ്.
അപ്പോൾ നമ്മുടെ കാർഡിൻ്റെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ക്രിസ്മസ് പാത്രം അതിനകത്തുനിന്ന് സർപ്രൈസ് ടടാ സർപ്രൈസ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ. ഇത് നമുക്ക് കേക്ക് വെച്ച് ക്രിസ്മസിനല്ലാതെ വേറെ തീമിൽ വെക്കാം, ബർത്ത്ഡേ കാർഡായിട്ടും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇച്ചിരി അലങ്കോലം ഫുള്ള് പ്ലെയിൻ ആയിരിക്കുന്നതുകൊണ്ട് ഒരു അലങ്കോലപ്പണിക്ക് വേണ്ടി നമ്മൾ കുറച്ച് ലൈറ്റും നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വരച്ച് കൊടുക്കാം. പിന്നെ മേരി ക്രിസ്മസ് എന്ന് എഴുതാം. പിന്നെ താഴെ വേണമെങ്കിൽ വല്ല ടെഡി ബിയറിനെ വരയ്ക്കാം. എന്തെങ്കിലുമായിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ വരച്ച് നോക്കാം. അപ്പം നമ്മൾ മേരി ക്രിസ്മസിൻ്റെ ഒരു ചെറിയൊരു കാർഡും ഈ ക്രിബിൽ ഞാൻ ഇച്ചിരി എഫോർട്ടൊക്കെ എടുത്തതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതൊക്കെ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാതെ തുടങ്ങി അത് ആ ഓളത്തിനനുസരിച്ച് നമ്മൾ പോയതാണ്. ക്രിബ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത് അകത്ത് വെക്കുമ്പോൾ പിള്ളേർക്കൊക്കെ നമ്മുടെ കൊച്ചു പിള്ളേർക്കൊക്കെ ഒരു സന്തോഷം ഇതൊക്കെ ഉണ്ടാകും. അപ്പം നമ്മുടെ കാർഡും ക്രിബും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അഡ്വാൻസായി ഹാപ്പി ക്രിസ്മസ്. ബൈ.